നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിവൃത പാർശ്വകോണാസന. നമ്മൾ പരിവൃത ത്രികോണാസന ചെയ്തപ്പോൾ കാല് മുട്ട് സ്ട്രെച്ച് ചെയ്യാതെ, അതായത് മുട്ട് മടക്കാതെ നമുക്ക് ചെയ്യാൻ പ്രയാസമായിട്ടുള്ളവരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പരിവൃത പാർശ്വകോണാസന. അത് നമ്മളെ മുട്ടിനെ പകുതിക്ക് ബെൻഡ് ചെയ്യുന്നതാണ് പാർശ്വകോണാസന. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, പരിവൃത ത്രികോണാസന കിട്ടാത്തവർക്കാണിത്. പക്ഷേ ചെയ്യാൻ പറ്റാത്തവരുടെ ലിസ്റ്റ് കുറേ അധികമുണ്ട്. മുട്ടുവേദനയുള്ളവർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യുമ്പോൾ. അവരുടെ അവസ്ഥ ചിലപ്പം കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ബാലൻസ് വെട്ടിക്ക് വരെ ബുദ്ധിമുട്ടുള്ളവരും ഇത് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള നോർമലായിട്ട് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നിങ്ങളുടെ പ്രാക്ടീസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ആസന വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ആസന എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് രണ്ട് കാലുകളും ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ അകത്തി വെക്കുക. അകത്തിയതിനു ശേഷം നിങ്ങളുടെ ഇടത്തെ കാല് 90 ഡിഗ്രി ടേൺ ചെയ്യുക. ഇടത്തെ കാല് പതുക്കെ നിങ്ങൾ മുട്ട് മടക്കണം. ഇടത്തെ മുട്ട്, ഈ മുട്ട് നിങ്ങളെ പാദം വിട്ട് പോകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെ വലത്തെ കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ശേഷം കൈ രണ്ടും മേലോട്ട് ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ട്വിസ്റ്റ് ചെയ്യുക. ഇനി വളരെ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് പാദത്തിനോട് അടുപ്പിച്ച് കൈ നിലത്ത് വെക്കുക. ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് അവസാനം തല ട്വിസ്റ്റ് ചെയ്ത് മുകളിലേക്ക് നോക്കുക. റിലീസ് ചെയ്യുമ്പോൾ ആദ്യം ശിരസ് നേരെയാക്കണം. ശ്വാസം എടുത്തുകൊണ്ട് കൈ രണ്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് മുട്ട് നിവർത്തുക. ബോഡി ടേൺ ചെയ്യുക. കൈ രണ്ടും താഴ്ത്തി വെച്ച് സ്ട്രെച്ച് ചെയ്തിരിക്കുമല്ലേ കാല്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന പാദം സ്ട്രെയിറ്റ് ആക്കി ഈ കാലും കൂടെ സ്ട്രെയിറ്റ് ആക്കി വെക്കണം. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണ്ട. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി വലത്തെ വശം 90 ഡിഗ്രി, കാൽമുട്ട് മടക്കുക. ആവശ്യമാണെങ്കിൽ കാലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ 90 ഡിഗ്രി ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ബോഡി ട്വിസ്റ്റ് ചെയ്ത് പതുക്കെ കൈപ്പത്തി താഴത്തൊടിയിച്ച് മേലോട്ട് നോക്കുക. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തല തിരിക്കുക. കൈ പതുക്കെ മുകളിലേക്ക് ഉയർത്തി മുട്ട് നിവർത്തി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കൈ റിലീസ് ചെയ്ത് പതുക്കെ പാദം സ്ട്രെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ പഴയ അവസ്ഥയിലേക്ക് വരെയാണ്. അപ്പോൾ ഇടത്തെ കാല് വലത്തെ പാദത്തിനോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്യുക. വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. അപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി, പാർശ്വ ത്രികോണാസനയുടെ വേരിയേഷൻ ആണെങ്കിലും അതിനൊത്തിരി പരിമിതികളുണ്ട്. മുട്ടുവേദനയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതി. മുട്ടുവേദന ഒന്നും ഇല്ലാത്തവർ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ മുട്ട്, കണങ്കാല്, പാദം ഇവയുടെയൊക്കെ ചെറിയ ചെറിയ ലിഗമെന്റ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ലിഗമെന്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യുകയും പോസ്റ്റർ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ആസനാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അനങ്ങാത്ത നിശ്ചലമായിട്ട് വയ്ക്കുക. ത്രികോണം നമ്മൾ വരയ്ക്കുമ്പോൾ ത്രികോണം വളയുന്നില്ല, സ്ട്രെയിറ്റ് ലൈനാണ്. അതേപോലെ ബോഡിയുടെ ഓരോ ഭാഗവും അതേപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം. പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ അവസ്ഥയിലേക്ക് വരാനായിട്ട് സാധിക്കും. മുൻ എപ്പിസോഡുകൾ കാണാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട. നമ്മളുടെ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനലിൽ തന്നെ www.janantv.com എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ യോഗയുടെ എല്ലാ എപ്പിസോഡുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെഗുലറായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പരിശീലനത്തിന് അത് വളരെ ഉപയോഗപ്രദമാണ്. നന്ദി, നമസ്കാരം.